മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുലവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എന്റെ അടുക്കൽ വരുവാൻ. അധ്വാനിച്ചിട്ടും ഫലം ഒന്നും കാണുന്നില്ല അല്ലേ? കർത്താവിന്റെ അടുക്കലേക്ക് വാ. കർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിന്റെ ഭാരങ്ങൾ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവ് അതിന്റെ മേൽ അത്ഭുതം ചെയ്യും. ഈ ലോകത്തിലെ മനുഷ്യർക്ക് ആർക്കും നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തേ. യേശു പറഞ്ഞതാ, അധ്വാനിക്കുന്നവര് ഭാരം ചുമക്കുന്നവര്. ഭാരം എന്തുവാ? നിന്റെ ഹൃദയത്തിന്റെ ഭാരം. നീ ചുമന്നോട് നടക്കുന്ന ഭാരമുണ്ടല്ലോ, നിന്റെ ഹൃദയത്തെ അലട്ടുന്ന ഭാരമേറിയ വിഷയമുണ്ടല്ലോ, എന്തുമായിക്കോട്ടെ ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവാ പറഞ്ഞത്, ഈ ലോകത്തിലെ ഒരു മനുഷ്യനല്ല പറഞ്ഞത്, കർത്താവാ പറഞ്ഞത്. അത് എന്റെ കയ്യിലേക്ക് താ. എന്റെ നുകം മൃദുലമാ, എന്റെ കയ്യിലേക്ക് നീങ്ങിത്താ. എന്തിനാ പിതാവാ പറയുന്നേ? അത് നിന്റെ ഭാരമെല്ലാം നീ എന്റെ കയ്യിലേക്ക് താ. നീ സന്തോഷമായിട്ട് നടക്ക, നീ സ്വസ്ഥമായി ഈ ഭൂമിയിൽ ജീവിക്ക്. നിന്റെ ഭാരങ്ങൾ മുഴുവൻ നീ എന്റെ കയ്യിലേക്ക്. ഇതൊന്നും ചുമന്നോണ്ട് നടന്നാൽ നമുക്ക് ഇതിന്റെ മേൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ നിന്റെ ഭാരം നിന്റെ കരങ്ങളിലേക്ക്, ആ നുഖത്തിലേക്ക് വെച്ചു കൊടുക്കുന്നു. എന്തിനാ കർത്താവ് പറഞ്ഞത്? നീ സന്തോഷമായി നടക്കുന്നത് കാണാൻ, നീ സന്തോഷമായി നടക്കുന്നത് കാണാൻ, നീ സമാധാനമായ ഒരു ജീവിതം നയിക്കുന്നത് കാണാൻ പിതാവ് ആഗ്രഹിക്കുക. നിന്നെ അലട്ടുന്ന എന്ത് ഭാരമേറിയ വിഷയമായിക്കോട്ടെ, ഇതുവരെ ആരോടും പറയാത്തൊരു വിഷയമായിരിക്കാം, അല്ലെ സാമ്പത്തികമായ വിഷയമായിരിക്കാം, മക്കളുടെ വിഷയമായിരിക്കാം, എന്തുമായിക്കോട്ടെ, ജോലി ഭാരമാണോ, എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ നിന്നെ അലട്ടുന്ന രോഗമാണോ, കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. കർത്താവ് അതിന്റെ മേൽ അത്ഭുതം ചെയ്യും. അവൻ മതിയായവനാ, അവൻ നിന്നെ വിടുവിക്കാൻ മതിയായവനാ, അവൻ അസാധ്യമായതൊന്നുമില്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പാ, ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ധൈര്യത്തോടെ അപ്പന്റെ സന്നിധിയിലേക്ക് കടന്നു വരുക. അപ്പാ, നീ വചനത്തിൽ പറയുന്നല്ലോ, ഹല്ലേലൂയ. കർത്താവേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള എല്ലാവരും എന്റെ അടുക്കൽ വരാൻ. യേശുപ്പ, ഇനി ഞങ്ങൾ മക്കളായി ഞങ്ങൾ എല്ലാവരും നിന്റെ അടുക്കിലേക്ക് കടന്നു വരുക. ഞങ്ങളെ അലട്ടുന്ന ഭാരങ്ങള്, ഞങ്ങളെ അലട്ടുന്ന വിഷയങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള്, സാമ്പത്തികമായ വിഷയങ്ങള്, മക്കളെ കുറിച്ചുള്ള ഭാരം, ജോലിയിലെ വിഷയങ്ങള് എല്ലാം ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള്, ഹല്ലേലൂയ, എല്ലാം ഇന്ന് അപ്പാ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുക. കുടുംബത്തിലെ അസമാധാനം, ആ വിഷയത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താലും അപ്പാ, നീ ഞങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാ. ഇന്ന് ഞങ്ങളുടെ ഭാരങ്ങളെ മുഴുവൻ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കുന്നു. കർത്താവ് അതിൽക്കാലം അത്ഭുതം ചെയ്തിരിക്കുകയാൽ സ്തോത്രം. പൂർണ്ണമായ ഒരു സന്തോഷം പരിശുദ്ധാത്മാവ് എല്ലാ മക്കളുടെ ഹൃദയങ്ങളുടെ മേൽ പകരുന്നതിനായ സ്തോത്രം. നിന്റെ സ്വസ്ഥതയിൽ ഞങ്ങൾ ഓരോ നിമിഷം ജീവിപ്പാൻ തക്കണം. എല്ലാവരും നീ സഹായിക്കണം. നന്മയിൽ കൃപയിൽ പൊതിയണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.